വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ക്യാരറ്റ് കൊണ്ടുള്ള ഒരു ലഡുവാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. അത്യാവശ്യം വലിപ്പമുള്ള 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇവിടെ. ഇനി അതിലേക്ക് ഇതിൻ്റെ 1/4 ഭാഗത്തോളം റവ ആവശ്യമായിട്ടുണ്ട്. പിന്നീട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് 3 ടേബിൾ സ്പൂൺ പാലാണ്. അതിലേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാനിവിടെ എടുത്തു വച്ചിട്ടുണ്ട്. മധുരത്തിൻ്റെ അളവനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു പിടി കപ്പലണ്ടിയാണ്. നന്നായി വറുത്ത കപ്പലണ്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഗാർണിഷിങ്ങിന് ആവശ്യമായിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും ഞാൻ എടുത്തിട്ടുണ്ട്. കപ്പലണ്ടി മിക്സിയുടെ ജാറിലിട്ട് ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുത്ത് പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ക്യാരറ്റ് ഇഷ്ടമല്ലാത്ത കുട്ടികളെ കൊണ്ട് ക്യാരറ്റ് കഴിപ്പിക്കാനുള്ള നല്ലൊരു മാർഗ്ഗമാണിത്. ഇങ്ങനെ ഒരു ലഡു ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികളത് ഇഷ്ടത്തോടെ കഴിച്ചുകൊള്ളും. ഈ സമയത്ത് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന റവ കൂടി ആഡ് ചെയ്യാം. റവ ആഡ് ചെയ്തതിന് ശേഷം നന്നായി യോജിപ്പിക്കുക. വീണ്ടും ലോ ഫ്ലെയിമിൽ തന്നെ നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. കുറഞ്ഞ ഫ്ലെയിമിൽ തന്നെ നമുക്ക് റവയും ക്യാരറ്റും കൂടി 3 മുതൽ 4 മിനിറ്റ് വരെ ഒന്നുകൂടി ഇളക്കിയെടുക്കാം. അതിനു മുൻപ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിനി ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസായി ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ റവയും ക്യാരറ്റും നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി ഒന്ന് യോജിപ്പിക്കുക. ഇപ്പോൾ നമുക്ക് പാല് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊണ്ട് എല്ലാം കൂടി നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. എല്ലാം കൂടി നന്നായി യോജിച്ചതിന് ശേഷം കപ്പലണ്ടി ക്രഷ് ചെയ്തതും കൂടി നമുക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഓരോ ഉരുളകളാക്കി ലഡു നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ലഡു എല്ലാം റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണിത്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കണം. വീണ്ടും ഇതുപോലെ എളുപ്പമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള വിഭവങ്ങളുമായി വരുന്നത് വരെ ബൈ.